വെൽക്കം ടു എൻട്രി ജർമ്മൻ. ഞാൻ ജാക്ക് ഫ്രാങ്ക് ജെയിംസ്. നിങ്ങൾക്ക് കുത്തിനും കോമയുടെ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് സെന്റൻസിനെ കുറിച്ചായിരിക്കാം. അല്ല, സെന്റൻസിൽ മാത്രമല്ല, കണക്കിലും ഒരു കുത്തിനും കോമയ്ക്കും ഒത്തിരി അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കോമയും ഒരു കുത്തും മാറിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾക്ക് മാറ്റം വരും. അത് ഇന്ത്യയിലും വ്യത്യാസമുണ്ട്, ജർമ്മനിയിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഈ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു സെഷനിലൂടെ കാണാം. കമോൺ. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ നൊട്ടേഷൻ ആണ്. ഇന്ത്യയിലും ജർമ്മനിലും എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു 1 lakh എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണക്ക് മലയാളത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 1, 10, 100, 1000, 10,000, ലക്ഷം. 1 ലക്ഷം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? 1 lakhനെ കോമ ഇട്ടിട്ട് 10,000, പിന്നെ അടുത്തത് കോമ ഇട്ടിട്ട് അപ്പം 1000 കോമ, അങ്ങനെ കോമ ഇട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതിനെ തിരിച്ചെഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുമ്പോൾ വാല്യൂ മാറും. എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു ഡോട്ട് കണ്ടോ? ഈ ഒരു ഡോട്ട് നമ്മൾ 10.00 എന്ന് എഴുതി കഴിഞ്ഞാൽ 10 rupees എന്ന് നമ്മൾ വായിക്കാം. അങ്ങനെയാണല്ലോ ഇന്ത്യയിൽ പറയണേ. ക്ലിയർ? ആ കാര്യം ക്ലിയർ ആണ്. അപ്പം ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിനെ തിരിച്ച് എഴുതാൻ വേണ്ടി ഉപയോഗിക്കും. കോമ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് എത്രയാണെന്ന് പറയാനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് ഇന്ത്യയിൽ. ഇനി നമ്മൾ ജർമ്മനിയിലേക്ക് ഒന്ന് പോവാം. എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് നോക്കാം. ജർമ്മനിയിൽ ഞാനിവിടെ 100,000 എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 1 lakhനെ തന്നെയാണ് ഇവിടെ 100,000 എന്ന് എഴുതിയിരിക്കുന്നത്. അവർ കൂടുതൽ പറയുമ്പോൾ അങ്ങനെയാണ് അതിനെ പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അവരൊരു ഡോട്ട് വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം 100 എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഇവിടെ 000 വന്നിരിക്കുന്നു. അപ്പൊ ഒരു ഇന്ത്യക്കാരൻ പെട്ടെന്ന് 100 കഴിഞ്ഞൊരു കുത്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന സംഖ്യയ്ക്ക് നമ്മൾ വാല്യൂ കൊടുക്കില്ല. ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. പക്ഷെ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് 1 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം യൂറോ എന്ന് പറയുന്ന രീതിയിലോട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് വരും. ക്ലിയർ? എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 10,00 എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കുക എന്തായിരിക്കും? 1000 നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക. കാരണം കോമ വരുമ്പോൾ നമുക്ക് ആ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ച് ഈ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 euro, പിന്നെ വരുന്നത് 00. ഇപ്പൊ നമുക്ക് അവിടെ വേറെ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് 0 എഴുതിയിരിക്കുന്നു. ഇനി ഞാനിപ്പോ ഇങ്ങനെ എഴുതാൻ വിചാരിക്കാം. 10,50 euro എന്ന് എഴുതി വിചാരിക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 1050 എന്നല്ല വായിക്കാം. നമ്മൾ എന്താ വായിക്കുക? ഇങ്ങനെ വായിക്കണം. 10 euro 50 cent എന്നാണ് വായിക്കുക. അപ്പൊ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ കോമ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുത്തുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടുത്തെ മാത്സ് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിട്ട് തോന്നുന്നില്ല? അങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇവിടെ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഖ്യയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു എത്രയാണെന്ന് നോക്കാം. നമുക്ക് 1, 10, 100, 1000, 10,000, ലക്ഷം വരെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? 1,23,456 രൂപ 78 പൈസ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ പറയാം. ഇവിടെ ജർമ്മനിയിൽ ഇതിൽ വരുമ്പോഴോ നമ്മളത് 123,456 എന്നല്ല പറയാം. നമ്മൾ ജർമ്മനിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? ഇത് വരുമ്പോ 1,23,456 എന്നുള്ള സംഖ്യ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവര് തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 100 എന്നുള്ള രീതിയിലോട്ടാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണം, ഈ ഡോട്ട് വന്നിരിക്കുന്നത് 100നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡോട്ടിനും അതുപോലെ തന്നെ കോമയ്ക്കും വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഈ ഡോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൈസ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന കോമ കഴിഞ്ഞിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത്? സെന്റ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ? പൈസ എന്ന് പറയാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രദ്ധിക്കണം, ഈ ഒരു കോമയും ഇതും രണ്ടിലും 2 ആണ്. ഇന്ത്യയിലും ജർമ്മനിലും ഡിഫറെന്റ് ആണെന്നുള്ള ഒരു ഐഡിയ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പോകാം. നോക്കുക, ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന സംഖ്യ നിങ്ങൾക്ക് അറിയാലോ. ഒന്നാമത്തെ എഴുതിയിരിക്കുന്നത് എന്താണ്? സെയിം സംഖ്യയാണ്. കോമ ഇട്ടിട്ട് എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് എഴുതിയിരിക്കുന്നത് 10,000ന്റെ ആണ്. 12,345 എന്ന് എഴുതിയിരിക്കുന്നത്. 12,345 രൂപ എന്ന് എഴുതിയിരിക്കുന്നു. 67 പൈസ. അപ്പൊ ഈ കുത്തിട്ടിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയത്. പക്ഷേ ഇതിവിടേക്ക് വരുമ്പോൾ തിരിഞ്ഞാണ് വരുന്നത്. കണ്ടോ? ഈ പറയുന്ന കോമ ഡോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ റിവേഴ്സ് ആവണം. ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഇത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഡോട്ട് വന്നു, ഇവിടെ കോമ വന്നു. അതങ്ങനെ തിരിച്ചു മാറാണ്. ക്ലിയർ? അപ്പൊ ഈ ഒരു ഐഡിയ കിട്ടിയാൽ തന്നെ കുറേയൊക്കെ നമുക്ക് ജർമ്മനിലെ മാത്സ് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണ്. കാരണം മണി മാറ്റേഴ്സ്. കാരണം നമ്മൾ പൈസ നമ്മൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കുമ്പോഴോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് നമ്മൾ ഒത്തിരി അധികം ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കാം.
ചെറിയൊരു എക്സാമ്പിളോടെ എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് 10,000 റുപ്പീസിനാണ്. അപ്പം നമ്മൾ റുപ്പീസിനെ നമ്മൾ കോമ ഇട്ടിട്ടാണ് എഴുതിയത്. അതേപോലെ ഇവിടെ ഓയറോ എഴുതിയിട്ടുണ്ട്, യൂറോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇത് 10 യൂറോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇതിനെ നമ്മൾ ഒരു ഡോട്ട് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ജർമ്മൻ യൂറോന്റെ കണക്കിൽ. ക്ലിയർ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അവിടെ നോക്കിക്കേ, ഇത് എഴുതിയിരിക്കുന്നത് 10 റുപ്പീസ് എന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഡോട്ട് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ക്ലിയർ? ഇനി ഇവിടെ നോക്കാം, യൂറോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് എന്താ? കോമയായിട്ടാണ്. അപ്പം ഇതെന്താ? 10,000 യൂറോസ് എന്ന് പറയുന്ന രീതിയിലാണ് അതിനെ മനസ്സിലാക്കി എടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്പേഴ്സിൽ കോമയും ഡോട്ടും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. നമ്മൾ ഇതിന്റെ കൂടെ മാത്സ് കൂടി പഠിക്കാനായിട്ട് പോവാണ്. സിമ്പിൾ ആയിട്ട് എങ്ങനെ കൂട്ടണം, കുറയ്ക്കണം, ഗുണിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ. നമുക്ക് വരാം, പോയിക്കോളൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഇങ്ങനെ എഴുതി കാണിച്ചാൽ മനസ്സിലാവും. ഇത് പ്ലസ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ജർമ്മനിൽ പ്ലസ് എന്ന് പറയും. ഇത് മീനൂസ് എന്നാണ് നമ്മളതിനെ പറയാം. ഇവിടെ മാൽ എന്ന് എഴുതിയിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഗെറ്റൈൽ ദൂഷ് എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മാത്സിൽ ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കാം. ദ ഫസ്റ്റ് വൺ, ജർമ്മനില് കൂട്ടാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 2 + 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ജർമ്മനിൽ പറയുമ്പോൾ 2 + 3, 2 + 3 ist 5 എന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2ഉം 3ഉം ചേർന്ന് 5 എന്നാണ് പറയുന്നത്. 2 + 3 എന്ന് പറയുമ്പോൾ 5 എന്നാണ് ഉത്തരം. അപ്പൊ ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടിയില്ലേ? 2 + 3 ist 5 എന്നാ പറയണത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൊടുത്തിരിക്കുന്ന ഈക്വൽസിനെ നമ്മൾ രണ്ട് രീതിയിൽ പറയാം. ist gleich എന്ന് പറയുന്നതാണ് ഫുൾ ആയിട്ട് നമ്മൾ പറയാം. അതായത് 2 + 3 ist gleich 5 എന്ന് പറയാം. ഇവിടെ നമ്മൾ ഷോർട്ടായിട്ട് ist എന്ന് മാത്രമേ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ist gleich നിങ്ങൾക്ക് ഉപയോഗിക്കാം, രണ്ടും ശരിയാണ്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് കുറയ്ക്കുന്നത്. ഒരു നമ്പറിൽ നിന്ന് എങ്ങനെ കുറയ്ക്കുമെന്ന് നോക്കാം. നമുക്ക് നോക്കാം, മീനൂസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 5 - 2 3 എന്നാണ്. 5ൽ നിന്ന് എത്ര പോയി കഴിഞ്ഞാൽ 2 പോയി കഴിഞ്ഞാൽ 3 ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മളതോടെ മുകളിൽ എഴുതിയിട്ടുണ്ട് 5 - 2 ist 3 ist gleich 3 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരാം. അപ്പൊ അത് മാൽ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോ 3 mal 4 ist 12. ക്ലിയർ? 3 mal. അപ്പൊ ഈ മാൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗുണിതമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നതും ഇങ്ങനെയാണ് അത് മാത്തമാറ്റിക്കൽ എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം, ഡിവിഷനിലേക്ക് വരാം. ഗെറ്റൈൽ ദൂഷ് എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പറയണം, സെൻ ഗെറ്റൈൽ ദൂഷ് 2 ist 5 എന്നാണ് പറയാം. അതായത് 10 ഡിവിഷൻ 2 എന്ന് പറയുന്നത് 5 ആണ് എന്ന് പറയുന്നത് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ എഴുതിയിരിക്കുന്നതിന് ജർമ്മനിൽ പറയുന്നതാണ് സെൻ ഗെറ്റൈൽ ദൂഷ് 2 ist 5. ക്ലിയർ ആണോ? ഗ്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഒരെണ്ണം ഞാൻ തന്നിട്ടുണ്ട്. 6 + 4 ist എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, സെയിൻ ആണെന്ന് അറിയാം. ഇതിവിടെ ഉത്തരത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ 9 - 3 എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ലെറ്റേഴ്സിൽ എഴുതിയിട്ട് ലെറ്റേഴ്സിലേക്ക് എഴുതുക. 9 - 3 ist അതിന്റെ ഉത്തരം എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം മൈനസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം ഗുണിക്കാനാണെങ്കിൽ അങ്ങനെ എഴുതാം, ഡിവിഷൻ ആണെങ്കിൽ അത് എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാത്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പായിട്ടും മറക്കരുത്. അപ്പം ഇനിയും കാണുന്നത് വരയ്ക്ക് നമുക്ക് auf Wiedersehen.